നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചേർപ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം തുടങ്ങി. തായംകുളങ്ങരയിലാണ് ഓഫീസ് തുറന്നത്. പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതി സമ്മാനിച്ച് വെങ്ങണിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റി. 100ഓളം കുടുംബങ്ങൾക്കായി റോഡ് നിർമ്മിച്ചു നൽകിയാണ് സൊസൈറ്റി മാതൃകയായത്. UDF ഫാമിലിശ്ശേരി മണ്ഡലം കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ആനക്കല്ല് സെൻട്രൽ തുറന്നു. KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചേർപ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം തുടങ്ങി. തായംകുളങ്ങരയിലാണ് ഓഫീസ് തുറന്നത്. CPI ജില്ലാ കൌൺസിൽ അംഗം KK രാജേന്ദ്രബാബു ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചേർപ്പ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ 9 വർഷത്തിലധികമായി, ഏതാണ്ട് 10 വർഷത്തോളമായി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സമാനതകളില്ലാത്ത വികസനമാണ് കേരളത്തിൽ നടന്നു വരുന്നത്. ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നടത്തിയ പത്രസമ്മേളനത്തിലൂടെ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് കേരളത്തിൽ വിവിധ മേഖലകളിൽ നടപ്പിലാക്കാൻ വേണ്ടി ഗവൺമെൻറ് ചെലവഴിച്ച സംഖ്യകളുടെ ഏകദേശം ഒരു കണക്ക് നമ്മളോട് പറയുന്നത് കിഫ്ബി വഴി തന്നെ ഏതാണ്ട് 1,97 ലക്ഷത്തിലധികം കോടി രൂപ കേരളത്തിലെ വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാ വിധത്തിലുമുള്ള പുരോഗതി ദൃശ്യമായി നമുക്ക് കാണാൻ കഴിയും. വിദ്യാഭ്യാസ മേഖലയായാലും ആരോഗ്യ സംരക്ഷണ മേഖലയായാലും അടിസ്ഥാന വികസന മേഖലയിലായാലും ഒക്കെ തന്നെ ആയിരക്കണക്കിന് കോടി രൂപയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെലവഴിച്ചത്. LDF നേതാക്കളായ PA വോഗീസ്, KK അനിൽ, M നാരായണദാസ്, PK ലോഹിതാക്ഷൻ, KG സന്തോഷ് കുമാർ, AV സഹദേവൻ, PV സനത് എന്നിവർ സംസാരിച്ചു. 22 വാർഡുകളിലെ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതി സമ്മാനിച്ച് വെങ്ങണിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റി. 100ഓളം കുടുംബങ്ങൾക്കായി റോഡ് നിർമ്മിച്ചു നൽകിയാണ് സൊസൈറ്റി മാതൃകയായത്. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് സൗജന്യ പരിശീലനം നൽകുന്ന 10ാം വാർഷികത്തിലാണ് മാതൃകാപരമായ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. 100ഓളം കുടുംബങ്ങൾക്ക് അനിവാര്യമായിരുന്നു റോഡ്. ഇതിനാണ് അഡാപ്റ്റ് സൊസൈറ്റി പരിഹാരം കണ്ടെത്തിയത്. സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഒരാഴ്ച നീണ്ടുനിന്നതായിരുന്നു റോഡ് നിർമ്മാണം. കുട്ടികൾക്കൊപ്പം രക്ഷിതാക്കളും അധ്യാപകരും സൊസൈറ്റി പ്രവർത്തകനും റോഡ് നിർമ്മാണത്തിൽ പങ്കാളികളായി. 300 മീറ്റർ നീളവും 3.5 മീറ്റർ വീതിയുമുള്ളതാണ് റോഡ്. ഒറ്റയടി പാത മാത്രമായിരുന്ന വെങ്ങണിശ്ശേരി കൈലാത്തുകുളം കൂട്ടാലക്കുന്ന് അമ്മാടം റോഡാണ് യാഥാർത്ഥ്യമായത്. അഡാപ്റ്റ് സൊസൈറ്റിയുടെ ചരിത്രത്തിൽ ഇന്നൊരു പുതിയ നാഴികക്കല്ലുകൂടി പിന്നിടുകയാണ്. 10ാം വർഷത്തിലേക്ക് കടക്കുന്ന അഡാപ്റ്റ് സൊസൈറ്റിയുടെ നിരവധിയുള്ള പരിശീലന പ്രവർത്തനങ്ങൾക്ക് പുറമെ സാമൂഹിക പ്രതിബദ്ധത നിഴലിക്കുന്ന മറ്റു പ്രവർത്തനങ്ങളും അഡാപ്റ്റ് സൊസൈറ്റി ഏറ്റെടുക്കുകയാണ്. വെങ്ങണിശ്ശേരി കൈലാത്തുകുളം റോഡ്, അമ്മാടം കൂട്ടാലക്കുന്ന് റോഡ് എന്നീ 2 റോഡുകളെ ബന്ധിപ്പിക്കുന്ന 300 മീറ്റർ നീളവും 3.5 മീറ്റർ വീതിയുമുള്ള ഒരു റോഡ് നിർമ്മിച്ച് 100ഓളം കുടുംബങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ ഇന്ന് സമൂഹത്തിന് സമർപ്പിക്കുകയാണ്. 1 ലക്ഷത്തോളം രൂപയാണ് റോഡ് നിർമ്മാണത്തിനായി ചെലവഴിച്ചത്. സാമൂഹ്യ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത രാജ്യ പുരോഗതിക്കായുള്ള പ്രവർത്തനങ്ങൾ തങ്ങൾ പ്രാപ്തരാണെന്ന് തെളിയിക്കുകയാണ് സൊസൈറ്റിയിലെ കുട്ടികൾ.
അഡാപ്റ്റ് സൊസൈറ്റിയിലെ കുട്ടികൾ, ഭിന്നശേഷിയുള്ള കുട്ടികളും അവരുടെ രക്ഷിതാക്കളും അധ്യാപകരും അഡാപ്റ്റ് സൊസൈറ്റിയിലെ അംഗങ്ങളും ഒത്തൊരുമിച്ചുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനൊരു റോഡ് നിർമ്മിക്കാൻ സാധിച്ചത്. ഏകദേശം 1 ലക്ഷത്തിൽ കൂടുതൽ പൈസ ചിലവായിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഇങ്ങനൊരു എല്ലാവരുടെയും വളരെ കൂട്ടായ ഒരു പ്രവർത്തനം കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു ലക്ഷ്യം നമുക്ക് സഫലീകരിക്കാൻ പറ്റിയത്. സാധാരണ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുന്ന അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന കുട്ടികളുടെ ഒരു സമൂഹമാണ് ഭിന്നശേഷിയുള്ള കുട്ടികൾ. അപ്പോൾ അവർക്ക് സമൂഹത്തിൽ നിന്ന് നേടിയെടുക്കാവുന്ന അവകാശങ്ങൾ മാത്രമല്ല, അവർക്ക് സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളും കൂടെ, അവർക്ക് ചെയ്യാൻ പറ്റുന്ന കടമകൾ കൂടെ, അതിനെ കൂടിയുള്ള ഒരു ബോധവൽക്കരണം കൂടിയാണ് ഈ ഒരു സംരംഭത്തിൽ കൂടെ നമ്മൾ ലക്ഷ്യമാക്കുന്നത്. സാധാരണ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നവരാണ്, ഇവർക്ക് സാധിക്കാത്ത കാര്യങ്ങളാണ് എന്നുള്ളൊരു ആശയത്തിൽ പലരെയും മാറ്റി നിർത്താറുണ്ട്. പക്ഷേ അവർക്കും സമൂഹത്തിന് ഗുണം ചെയ്യുന്ന തരത്തിലുള്ള, അവർക്ക് സംഭാവന ചെയ്യുന്ന തരത്തിലുള്ളവരാക്കാൻ സാധിക്കുമെന്നുള്ളതിനൊരു തെളിവ് കൂടിയാണ് ഈ ഒരു പ്രയത്നം. UDF അവണിശ്ശേരി മണ്ഡലം കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ആനക്കല്ല് സെന്ററിൽ തുറന്നു. KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് അവണിശ്ശേരിയിൽ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി സംഘപരിവാർ നേതൃത്വം കൊടുക്കുന്ന ഭൂരിപക്ഷമില്ലാത്ത ഒരു സംവിധാനം, ആ സംവിധാനത്തിന്റെ ദുർഭരണം ഈ പ്രദേശത്തുണ്ടാക്കിയ വികസന മുരടിപ്പിനെ സംബന്ധിച്ചൊക്കെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രാദേശിക വികസന കാര്യങ്ങളിൽ, അടിസ്ഥാനപരമായ വികസന വിഷയങ്ങളിലൊക്കെ തന്നെ ഒന്നും ചെയ്യാത്ത ഒരു ഭരണസമിതി, കുടിവെള്ളത്തിന്റെ കാര്യത്തിലാണെങ്കിലും വെളിച്ചത്തിന്റെ കാര്യത്തിലാണെങ്കിലും വഴിയുടെ കാര്യത്തിലാണെങ്കിലും അടിസ്ഥാനപരമായ കാര്യങ്ങളിലൊന്നും തന്നെ ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ തയ്യാറാകാതെ, ജനോപകാരപ്രദമായ ഒരു പദ്ധതി പോലും പ്രഖ്യാപിക്കാൻ പോലും തയ്യാറാകാതെ മുന്നോട്ട് പോയ ഈ ദുർഭരണം, പ്രാദേശിക ഭരണം, അത് അവസാനിപ്പിക്കാനുള്ള ഒരു വലിയ മുന്നേറ്റമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാഴ്ചവെക്കുന്നത്. ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം, പറയാൻ തീരുമാനിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ സൂചിപ്പിക്കാം. അവണിശ്ശേരിയുടെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് അവണിശ്ശേരിയെ തിരിച്ചുപിടിക്കുക എന്ന മുദ്രാവാക്യം ഏറ്റെടുത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന, ഐക്യ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണ സംവിധാനം അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടുള്ള അതീവ ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മൾ തുടക്കം കുറിക്കുക. കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റും മുൻ മണ്ഡലം പ്രസിഡന്റുമായ KP അനൂപ് അധ്യക്ഷനായി. കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ചന്തു സുരേന്ദ്രൻ, ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ്, ജില്ലാ പഞ്ചായത്ത് ചേർപ്പ് ഡിവിഷൻ സ്ഥാനാർത്ഥി CK വിനോദ്, കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം ജില്ലാ സെക്രട്ടറി ബാലസുന്ദരൻ, KPCC വിചാർ വിഭാഗം സെക്രട്ടറി ലാൽ എന്നിവർ സംസാരിച്ചു. അവണിശ്ശേരി പഞ്ചായത്തിലെ 16 വാർഡുകളിലെ സ്ഥാനാർത്ഥികളെയും 3 ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥികളെയും ജോസ് വള്ളൂർ പ്രഖ്യാപിച്ചു. സീനിയർ കോൺഗ്രസ് നേതാക്കളായ AB അനീഷ്, ജോൺസൺ, രാജൻ നടുവിൽ, റോസിലി ജോയ്, വിനയ സച്ചിൻ, LP ശ്രീജിത്ത് എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. BJPയിൽ നിന്ന് പഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിക്കാനുള്ള മിഷൻ 10+ പദ്ധതി ചടങ്ങിൽ പ്രഖ്യാപിച്ചു. ഇനി തദ്ദേശ പോരിലേക്ക്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പ്രചാരണങ്ങൾ വല്ലച്ചിറ പഞ്ചായത്തിലും ശക്തമാകുന്നു. ശക്തമായ മത്സരമാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലും ഉണ്ടാവുക. നിലവിൽ പ്രധാന ഭരണകക്ഷിയുടെ കോട്ടങ്ങൾ ഉയർത്തിയാകും മറ്റു മുന്നണികൾ പ്രചാരണം നടത്തുക. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിൽ 14 വാർഡുകളാണ് ആകെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ വിഭജനത്തിന് ശേഷം 2 വാർഡുകൾ കൂടി വർദ്ധിച്ച് എണ്ണം 16ആയി ഉയർന്നു. LDFന് 7 അംഗങ്ങൾ, UDFന് 3, BJPക്ക് 3, ഒരു സ്വതന്ത്രൻ എന്നിങ്ങനെയാണ് നിലവിലെ കക്ഷിനില. നിലവിലുള്ള സ്വതന്ത്രൻ LDFനൊപ്പമാണുള്ളത്. കാർഷിക, ആരോഗ്യ, വിദ്യാഭ്യാസ, ഭവന നിർമ്മാണമടക്കം സർവ്വതോന്മുഖമായ വികസന പ്രവർത്തനം നടപ്പാക്കാൻ കഴിഞ്ഞതായി പ്രസിഡന്റ് N മനോജ് പറഞ്ഞു. കാർഷിക മേഖലയിലെ പ്രധാന പാടശേഖരത്തെ കോൾകൃഷി വികസന സമിതിയിൽ ലയിപ്പിച്ച് ഫണ്ട് പാസാക്കാൻ കഴിഞ്ഞു. ക്ഷീരഗ്രാമം പദ്ധതി, 1 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ച മിനി സ്റ്റേഡിയം പദ്ധതി എന്നിവയെല്ലാം LDFന്റെ ഭരണ നേട്ടങ്ങളാണ്. ക്ഷീരഗ്രാമം പദ്ധതിയിലൂടെ പ്രതിദിനം 800 ലിറ്റർ പാലിന്റെ വർധനമുണ്ടാക്കാൻ കഴിഞ്ഞതായും LDFന്റെ നേട്ടമായി പറയുന്നു. കഴിഞ്ഞ 5 വർഷം വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി നിരവധി വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. അത് നല്ല രീതിയിൽ നടത്തി തീർക്കുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട്.
കാർഷിക മേഖലയായാലും കാർഷിക അനുബന്ധ മേഖലയായിട്ടുള്ള മൃഗസംരക്ഷണ മേഖലയായാലും അതുപോലെ തന്നെ ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, മറ്റ് സാമൂഹ്യ സുരക്ഷാ മേഖലകൾ, അതുപോലെ തന്നെ നമ്മളുടെ ഭവന നിർമ്മാണ മേഖല, ലൈഫ് പദ്ധതി, അതുപോലെ നമ്മളുടെ വനിതാ ശിശു വികസന മേഖല, യുവജനങ്ങളുടെ മേഖല, എല്ലാ മേഖലയിലും സർവ്വതോന്മുഖമായിട്ടുള്ള വികസനത്തിന് നേതൃത്വം കൊടുക്കാൻ നമുക്ക് വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് സാധിച്ചിട്ടുണ്ട്. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിലെ കാർഷിക മേഖലയിലെ പ്രധാനപ്പെട്ട പാടശേഖരമായിട്ടുള്ള ചിറ്റേങ്ങര പാടശേഖരം കോൾ കൃഷി വികസന സമിതിയുടെ ഇതിലേക്ക് ലയിപ്പിക്കുന്നതിനും ഒപ്പം തന്നെ കോൾ കൃഷി വികസന ഇതിൻ്റെ ഫണ്ട് പാസ്സാക്കിക്കൊണ്ട് അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള തുടക്കം കുറിക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിലെ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ വൈദ്യുതി പൂർണ്ണമായും സൗജന്യമാക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് 24-25 വർഷത്തിൽ ക്ഷീരഗ്രാമം പദ്ധതി നടപ്പാക്കി. അതിലൂടെ നിരവധി പശുക്കളെ, പുതിയ സങ്കരയിനം പശുക്കളെ വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചു. ഒപ്പം തന്നെ പ്രതിദിനം 800 ലിറ്ററിൻ്റെ പാലിൻ്റെ ഉൽപ്പാദന വർധനവ് നമുക്ക് നേതൃത്വം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തൊഴുത്ത് നിർമ്മാണം, അതുപോലെ തന്നെ കാലിത്തീറ്റ വിതരണം, ധാതുലവണ വിതരണം, അങ്ങനെ നിരവധി പദ്ധതികൾക്ക് നമ്മളുടെ മൃഗസംരക്ഷണ മേഖലയിൽ നമുക്ക് നേതൃത്വം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മളുടെ മറ്റ് പശ്ചാത്തല മേഖല ഏറ്റവും നല്ല വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ സാധിച്ച ഒരു ഭരണസമിതിയാണ് കഴിഞ്ഞത്. വല്ലച്ചിറയുടെ പ്രധാനപ്പെട്ട PWD റോഡായിട്ടുള്ള ഉങ്ങുംചോട് തൈക്കാട്ടുശ്ശേരി റോഡ് BMBC നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് പണി എത്തി നിൽക്കുന്നത്. ഒപ്പം തന്നെ വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിലെ മിനി സ്റ്റേഡിയം പുനരുദ്ധാരണ പരിപാടിക്ക് 1 കോടി രൂപയുടെ ഭരണാനുമതി ലഭിക്കുകയും അതിൻ്റെ ടെൻഡർ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ വല്ലച്ചിറ ഗവൺമെൻറ് UP സ്കൂളിൽ നമുക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് 1 കോടി രൂപയുടെ സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി അനുവദിക്കുകയും അതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിൽ പുതിയ ഹോമിയോ ഡിസ്പെൻസറി ആരംഭിക്കുന്നതിന് ഈ ഭരണസമിതിയുടെ കാലയളവിൽ സാധിച്ചു. ഒപ്പം തന്നെ നമ്മളുടെ FHCയിൽ ലാബ് പുതിയതായിട്ട് തുടങ്ങുന്നതിന് സാധിച്ചു. ഒപ്പം തന്നെ ഉച്ചവരെ മാത്രമുണ്ടായിരുന്ന നമ്മളുടെ FHCയിൽ OP സൗകര്യം വൈകിട്ട് 6 മണി വരെ ആക്കുന്നതിന് വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മളുടെ ത്രിതല പഞ്ചായത്ത് ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, അതുപോലെ തന്നെ ബഹുമാനായിട്ടുള്ള പുതുക്കാടിൻ്റെ MLA, പുതുക്കാടിൻ്റെ വികസന നയം കൂടിയായിട്ടുള്ള ബഹുമാനായിട്ടുള്ള പുതുക്കാട് MLA ശ്രീ KK രാമചന്ദ്രേട്ടൻ്റെയും നേതൃത്വത്തിലുള്ള ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകളെല്ലാം തന്നെ മികവുറ്റതാക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. 33 പുതിയ റോഡുകൾ വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിക്കുന്നതിന് നേതൃത്വം കൊടുക്കാൻ സാധിച്ചു. അതിൻ്റെ പണികൾ 70% റോഡുകളുടെയും പണി പൂർത്തീകരിച്ചു. ബാക്കിയുള്ളത് അതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോഴേക്കും വല്ലച്ചിറയിലെ റോഡുകളെല്ലാം തന്നെ മികവുറ്റതാക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ FHC റോഡിന് 45 ലക്ഷം രൂപ അനുവദിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ പുല്ലാനിപ്പാടം റോഡിന് 25 ലക്ഷം രൂപ അനുവദിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു. വല്ലച്ചിറ ഇറിഗേഷൻ, വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു 25 വർഷമായി അതിൻ്റെ ഒരു ചിരകാല അഭിലാഷം, 25 വർഷം മുൻപ് പണി ആരംഭിക്കുകയും പിന്നീട് മുടങ്ങിപ്പോയിട്ടുള്ള വല്ലച്ചിറ ഇറിഗേഷൻ പദ്ധതി, അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി പുതിയ ഭരണാനുമതി ലഭ്യമാക്കി അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിൻ്റെ പല്ലിശ്ശേരി മുതൽ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെയും വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിൻ്റെ അതിർത്തി പ്രദേശമായിട്ടുള്ള പെരിഞ്ചേരി വരെയുള്ള പ്രദേശങ്ങളിൽ ജലലഭ്യത ഉറപ്പുവരുത്തുന്നതിന് നമുക്ക് സാധിക്കും. അത്തരത്തിൽ ജലലഭ്യത ഉറപ്പുവരുത്തുമ്പോൾ നമ്മുടെ കിണറുകൾ റീചാർജ് ചെയ്യപ്പെടുകയും കുടിവെള്ളക്ഷാമം പരിഹരിക്കപ്പെടുകയും ചെയ്യും. ഒപ്പം തന്നെ ജലജീവ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിൽ മുഴുവൻ വീടുകളിലും വെള്ളം എത്തിക്കുക എന്നുള്ള വലിയ പ്രവൃത്തിക്കാണ് നേതൃത്വം കൊടുക്കാൻ സാധിച്ചു. 2357 പുതിയ ഗാർഹിക കുടിവെള്ള കണക്ഷനുകൾ ലഭ്യമാക്കുകയും നിരവധി റോഡുകളിലൂടെ പുതിയ പൈപ്പിടൽ നടത്തിക്കൊണ്ട് വെള്ളം എത്തിക്കുന്നതിനുള്ള നേതൃത്വപരമായിട്ടുള്ള പങ്കുവഹിക്കുന്നതിന് സാധിച്ചു. അതുപോലെ തന്നെ വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിലെ 150ഓളം പുതിയ വീടുകൾ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാലിന്യ സംസ്കരണ രംഗത്ത് നിരവധി നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം വിപുലീകരിക്കാൻ പുതിയ MCF നിർമ്മിക്കുകയും അതുപോലെ തന്നെ മാലിന്യ നീക്കം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്
ഇരുചക്രവാഹനം വാങ്ങി നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സ്ഥിതിയാണുള്ളത്. സർവ്വതോന്മുഖമായിട്ടുള്ള വികസനത്തിന് വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞ 5 വർഷം സാധിച്ചു. വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിൽ LDF ഭരണസമിതി പരാജയമായെന്നാണ് കോൺഗ്രസ് പഞ്ചായത്ത് അംഗം കെ രവീന്ദ്രനാഥ് പറയുന്നത്. ചില പദ്ധതികൾക്കായി റോഡുകൾ വെട്ടിപ്പൊളിച്ചതിലൂടെ നിലവിലെ പല റോഡുകളും തകരാറിലായി. വാട്ടർ അതോറിറ്റിയുടെ കെടുകാര്യസ്ഥത മൂലം റോഡുകളുടെ പുനഃസ്ഥാപിക്കൽ പ്രവർത്തനങ്ങളും തടസ്സപ്പെട്ടു. കേന്ദ്ര സംസ്ഥാന RMF ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് ഫണ്ടുകൾ മുഖേന അടിസ്ഥാന വികസനം സാധ്യമാക്കാൻ കഴിയേണ്ടതാണെന്നും കോൺഗ്രസ് അംഗം പറയുന്നു. 2020 ഡിസംബർ 21 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റ ഭരണസമിതിയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അംഗമാണ് ഞാൻ. 2020 പുതിയ ഭരണസമിതി വരുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതീക്ഷകളും ഈ നാടിൻ്റെ അടിസ്ഥാന വികസന രംഗത്ത് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നിരുന്നാലും നമ്മളന്ന് 2015 ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റ് സ്ഥാനം ഒഴിയുമ്പോൾ നടന്നുകൊണ്ടിരുന്ന ടൂറിസം പദ്ധതി പിൽഗ്രിം ടൂറിസത്തിൻ്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനും മറ്റും കഴിയുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക ഞെരുക്കം കൊണ്ടും ഭരണസമിതിയുടെ കൂട്ടായ ശ്രമം ഇല്ലാത്തതുകൊണ്ടും നമ്മൾക്ക് ആ ടൂറിസം പദ്ധതി വീണ്ടും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അതോടൊപ്പം തന്നെ അടിസ്ഥാന വികസന രംഗത്ത് ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രതീക്ഷയായ റോഡ് നിർമ്മാണം, പുതിയ റോഡുകൾ, നിലവിലുള്ള റോഡുകളുടെ പുനരുദ്ധാരണം എന്നിവ മാതൃകാപരമായി നടത്താൻ നമ്മൾക്ക് സാധിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ജലജീവൻ മിഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് റോഡ് വെട്ടിപ്പൊളിച്ച് പൈപ്പിടൽ മൂലം നിലവിലുണ്ടായിരുന്ന റോഡുകളെല്ലാം തന്നെ വളരെ കേടുപാട് പറ്റി റെസ്റ്റോറേഷൻ വർക്കിന് വാട്ടർ അതോറിറ്റി അത് കൃത്യമായി ചെയ്യാത്തൊരു സാഹചര്യം നിലവിൽ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായ കാർഷിക മേഖലയിൽ വേണ്ടത്ര പദ്ധതികൾ ആവിഷ്കരിക്കാനും കൃഷിക്കാരെ ഉയർത്തിക്കൊണ്ടുവരാനും കഴിഞ്ഞില്ല. കേന്ദ്ര സർക്കാരിൻ്റെ ചില നയങ്ങൾ മൂലം ഫെർട്ടിലൈസറിൻ്റെ വില 10 മടങ്ങ് വർദ്ധിച്ച് പാവപ്പെട്ട ജനങ്ങൾക്ക് കാർഷിക മേഖലയിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അതോടൊപ്പം തന്നെ ഓൺ ഫണ്ട് തീരെ കുറവായ വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിൽ ഏകദേശം മുൻകാലങ്ങളിൽ ഒരു വർഷം 4 കോടിയോളം രൂപ ചെലവഴിച്ച് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നല്ല രീതിയിൽ നടത്തി വന്നിരുന്നതാണ്. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ ചില പുതിയ നിയമങ്ങളും റെസ്ട്രിക്ഷനും കൊണ്ടുവന്നതുകൊണ്ട് നമുക്ക് നിർമ്മാണ രംഗത്തോ അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിൽ ദിനങ്ങൾ നൽകാനോ കൃത്യമായി മസ്റ്റോൾ കൊടുക്കാനോ കാർഷിക മേഖലയിൽ നമ്മളുടെ കൃഷിഭൂമി കൃഷിക്ക് വേണ്ടത്ര ഒരുക്കി നൽകാനോ നമ്മൾക്ക് കഴിഞ്ഞില്ല. അത്തരം പോരായ്മകളുണ്ട്. അതോടൊപ്പം തന്നെ നിർമ്മാണ രംഗത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഫണ്ട് തീരെ വിനിയോഗിക്കാൻ പറ്റാത്ത 5 വർഷമായിരുന്നു. അതോടുകൂടി നമ്മൾക്ക് ആ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം, അതിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം മുൻകാലങ്ങളിലൊക്കെ തന്നെ റോഡും റോഡ് സൈഡും അതോടൊപ്പം തന്നെ സ്ഥാപനങ്ങൾ പൊതുസ്ഥലങ്ങളെല്ലാം കാടും പുല്ലും വെട്ടി നല്ല രീതിയിൽ നമുക്ക് റോഡിൻ്റെ ഗാരേജൊക്കെ വൃത്തിയാക്കി ആക്കി നടത്താൻ നമ്മൾക്ക് സാധിച്ചിരുന്നു. എന്നാൽ 2021 ജനുവരി തുടക്കം തന്നെ പൊതുയിടങ്ങളിലും പുല്ലുവെട്ടലൊക്കെ സർക്കാർ നിർത്തിക്കൊണ്ട് ഓർഡർ ഇറക്കുകയും വേണ്ടത്ര കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ നമ്മൾക്ക് സാധിച്ചിട്ടില്ല. ഇത്തരം പോരായ്മകൾ വളരെയധികമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾക്ക് എടുത്തു പറയാനായിട്ടുള്ളത് വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിൽ ഓൺ ഫണ്ട് ഇല്ല. എന്നിരുന്നാലും നമ്മൾക്ക് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഫണ്ടുകൾ, അതോടൊപ്പം തന്നെ ടൂറിസം, റിവർ മാനേജ്മെൻറ്റ്, RMFൻ്റെ ഫണ്ടുകൾ ഒന്നും തന്നെ നമ്മൾക്ക് യൂട്ടിലൈസ് ചെയ്യാനോ അത് അനുവദിച്ച് കിട്ടാനോ സാധിച്ചിട്ടില്ല. UDFൻ്റെ ഭരണസമിതി വല്ലച്ചിറ പഞ്ചായത്തിൽ വരികയാണെങ്കിൽ അടിസ്ഥാന വികസന രംഗത്ത് സമഗ്രമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ മറ്റ് ഫണ്ടുകൾ, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ, സംസ്ഥാന സർക്കാരിൻ്റെ, RMFൻ്റെ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഫണ്ടുകൾ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് അടിസ്ഥാന വികസന രംഗത്ത് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും ടൂറിസം മേഖലയിൽ ഇടപെട്ടുകൊണ്ട് കൂടുതൽ പ്രവർത്തനങ്ങൾ നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുവരാനും കൃത്യമായ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കൂടുതൽ ഇടപെടൽ നടത്തിക്കൊണ്ട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ സമൂഹത്തിലെ മുഴുവൻ ആളുകളെയും നമ്മൾക്ക് ഈ ഒറ്റ കുടക്കീഴിൽ കൊണ്ടുവന്നുകൊണ്ട് അവർക്ക് എന്താണ് ആവശ്യം സമൂഹത്തിലെ, അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് എന്ത് ചെയ്യണം എന്നുള്ളത് കൂട്ടായ ചർച്ചകളിലൂടെയും കൂട്ടായ പദ്ധതി രൂപീകരണത്തിലൂടെയും രാഷ്ട്രീയത്തിന് അതീതമായി നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി, അറ്റ്ലീസ്റ്റ്
ഓരോ വീട്ടിലും കുടിവെള്ളം എത്തിച്ചതിൽ 24 മണിക്കൂറും വെള്ളം എത്താവുന്ന ഒരു സൗകര്യം വല്ലച്ചിറ പഞ്ചായത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അതേസമയം യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും പഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷമായി നടപ്പിലാക്കാൻ കഴിഞ്ഞില്ലെന്ന് BJP പഞ്ചായത്ത് അംഗം VK രാജൻ പറഞ്ഞു. കാർഷിക മേഖലയിൽ കോടികൾ ചെലവഴിച്ചിട്ടും കാർഷിക മേഖലയെ ഉദ്ധരിക്കാനുള്ള ഒരു പദ്ധതിയും ആവിഷ്കരിക്കാൻ LDF ഭരണസമിതിക്കായില്ല. നെല്ല് ഉൽപാദന കേന്ദ്രമായ നിരവധി പാടശേഖരങ്ങൾ തരിശുഭൂമിയായി നിലനിൽക്കുന്നുവെന്നതും ഭരണസമിതിയുടെ പരാജയമാണെന്നും BJP അംഗം പറയുന്നു. നമസ്കാരം. വല്ലച്ചിറ പഞ്ചായത്തിൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ ഭരണ നേട്ടങ്ങളെന്ന് പറഞ്ഞിട്ട് അവർ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. നമുക്കറിയാം, തുടർച്ചയായിട്ട് ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് അവർ വല്ലച്ചിറ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഭരണ തുടർച്ച ഈ വല്ലച്ചിറ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് വികസനം മുരടിപ്പിലേക്ക് തള്ളിയിട്ടിരിക്കുക എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം കഴിഞ്ഞ ഭരണസമിതിയിലും ഈ ഭരണസമിതിയിലും അംഗമായിരുന്നു ഞാൻ. എടുത്തു പറയാവുന്നൊരു നേട്ടം പോലും ഈ ഭരണസമിതിക്ക് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമായിട്ടുള്ള തെളിവാണ്. കാരണം കുറച്ച് റോഡുകൾ മെയിൻ്റനൻസ് ചെയ്തു, അതുപോലെ തന്നെ കുറച്ച് MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഹൈമാസ്റ്റ് ലൈറ്റുകളും അതുപോലെ മിനിമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളല്ലാതെ പഞ്ചായത്തിന് വികസന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള യാതൊരു പ്രവർത്തനം ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തെളിവ് തന്നെയാണ്. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയായിട്ടുള്ള ജൽജീവൻ മിഷൻ്റെ പദ്ധതി പഞ്ചായത്തിൽ പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും വല്ലച്ചിറ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് 100% കുടിവെള്ളം കിട്ടാത്ത ഒരവസ്ഥയാണ്. നമുക്കറിയാം, തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ കോർപ്പറേഷൻ അതുപോലെ തന്നെ ഈ ചുറ്റുപാടുള്ള പഞ്ചായത്തുകളിലൊക്കെ തന്നെ കുടിവെള്ളം എത്തിക്കുന്നത് വല്ലച്ചിറ പഞ്ചായത്തിൽ നിന്നാണ്. ഇപ്പോൾ റേഷൻ സംവിധാനത്തിലൂടെയാണ് നമുക്ക് വല്ലച്ചിറ പഞ്ചായത്തിലത്തെ ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് പൂർണ്ണമായിട്ടും പരിഹരിക്കാനായിട്ട് നമുക്ക് ഈ വല്ലച്ചിറ പഞ്ചായത്തിൻ്റെ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ നമുക്കറിയാം, ഇപ്പോൾ മിനി സ്റ്റേഡിയം എല്ലാ 5 വർഷം കൂടുമ്പോൾ ഒരു വലിയ തുക ആ മിനി സ്റ്റേഡിയത്തിന് വേണ്ടി ചെലവഴിച്ചു കൊണ്ടിരിക്കുക. ഇപ്പോൾ 1 കോടി രൂപ MLA അനുവദിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ പരസ്യം പത്രത്തിലൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അതിനുള്ള നിർദ്ദേശങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഇപ്പോഴും നമുക്കറിയാം, ഈ വല്ലച്ചിറ പഞ്ചായത്തിലത്തെ ഓണാഘോഷ പരിപാടി 64 വർഷമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കായിക മത്സരങ്ങൾ നടത്തുന്നതിന് വേണ്ടി നമ്മൾ തൊട്ടടുത്ത പഞ്ചായത്തായിട്ടുള്ള നെന്മണിക്കര പഞ്ചായത്തിൽ തലൂര് ഉള്ള ദീപ്തി സ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ് സ്പോർട്സ് മത്സരങ്ങൾ നടത്താറ്. അപ്പോൾ നമുക്ക് ഇത്രയും വലിയ മിനി സ്റ്റേഡിയത്തിൽ കോടികൾ മുടക്കിയിട്ട് നടത്തിയിട്ട് ഇതുവരെ നമ്മുടെ പഞ്ചായത്തിലത്തെ ഒരു ഓണാഘോഷ പരിപാടികൾ അവിടെ കായിക മത്സരങ്ങൾ നടത്താനായിട്ട് നമുക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു വലിയ കോട്ടം തന്നെയാണ്. അതുപോലെ നമുക്കറിയാം, പല്ലിശ്ശേരി കുന്നിൻ്റെ മുകളിൽ പഞ്ചായത്തിൻ്റെ ഏകദേശം 1 ഏക്കറോളം സ്ഥലം പുറമ്പോക്ക് അതൊക്കെ എടുക്കുന്നുണ്ട്. അത് കയ്യേറ്റ ഭൂമിയായിട്ട് അത് തിരിച്ചു പിടിക്കാനുള്ള നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. അതുപോലെ തന്നെ ജനങ്ങളുടെ ഒരു ആവശ്യം, അവിടെ ഒരു പൊതുശ്മശാനം, പഞ്ചായത്തിൻ്റെ കീഴിൽ ഒരു പൊതുശ്മശാനം വരികയാണെങ്കിൽ അത് വല്ലച്ചിറ പഞ്ചായത്തിലത്തെ ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമായിരിക്കും എന്നുള്ളൊരു ആശയം നമ്മൾ പലവട്ടം നമ്മൾ ഈ ഭരണസമിതിയോട് ആവശ്യപ്പെട്ടിട്ട് അതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടില്ല. അതുപോലെ തന്നെ കാർഷിക വികസനത്തിൻ്റെ പേരിൽ കോടികളാണ് ഓരോ 5 വർഷം കൂടുമ്പോൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നമ്മുടെ വല്ലച്ചിറ പഞ്ചായത്തിലത്തെ കാർഷിക മേഖലയെ ഉദ്ധരിക്കാനുള്ള ഒരു പദ്ധതി, നമുക്കറിയാം, നെല്ലുൽപാദന കേന്ദ്രമായിട്ടുള്ള നിരവധി പാടശേഖരങ്ങൾ ഇന്നും തരിശുഭൂമിയായിട്ട് വല്ലച്ചിറ പഞ്ചായത്തിൽ നടക്കുകയാണ്. നമ്മളിപ്പോൾ ഈ ഭരണസമിതി വന്നതിന് ശേഷം നമുക്കറിയാം, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടന്നു. സുരേഷ് ഗോപി MP ഇവിടെ ജയിച്ചു. അദ്ദേഹം കേന്ദ്രമന്ത്രിയായി. അദ്ദേഹം പഞ്ചായത്തുകൾക്കൊക്കെ നിർദ്ദേശം കൊടുത്തു, നിങ്ങൾ പുതിയ പദ്ധതികളുണ്ടെങ്കിൽ എനിക്ക് തരൂ, ഞാനത് അനുവദിച്ചു തരാം. സംസ്ഥാനം മൊത്തം നിരവധി കോടികളുടെ പദ്ധതികൾ അദ്ദേഹം അനുവദിച്ച് കൊടുത്തുകൊണ്ടിരിക്കുക. നമുക്ക് വല്ലച്ചിറ പഞ്ചായത്തിന് ഒരു പദ്ധതി പോലും ആവിഷ്കരിച്ച് നടപ്പിലാക്കാനായിട്ട് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. നമുക്കറിയാം, ഇവിടെ മന്ദാരംകടവ് ടൂറിസം പദ്ധതി പാക്കേജ് അത് നല്ല രീതിയിൽ നടത്താമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫണ്ട് നമുക്ക് അനുവദിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആറാട്ടുപുഴ പുഴയോര മേഖലകളൊക്കെ ഇടിഞ്ഞുകൊണ്ടിരിക്കുക. അത് കെട്ടുന്നതിനും വേണ്ടിയിട്ടൊക്കെ നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടുകൾ നമുക്ക് മേടിക്കാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷേ ഇതിന് വേണ്ടിയിട്ട് ഒരു പദ്ധതി, ഒരു പ്ലാനോ എസ്റ്റിമേറ്റോ തയ്യാറാക്കാനായിട്ട് ഈ കഴിഞ്ഞ ഭരണസമിതിക്ക് നടപ്പിലാക്കാനായിട്ട് പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ
ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 2000-ന് മേലെ വോട്ടുകൾ BJP ഇവിടെ ലീഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വലിയൊരു മാറ്റം പ്രതീക്ഷിക്കുകയാണ് വല്ലച്ചിറ പഞ്ചായത്തിൽ. അടുത്ത ദിവസങ്ങളിൽ 3 മുന്നണികളും ശക്തമായ പ്രചാരണ പോരാട്ടം തുടരുമെന്നാണ് നിലവിലെ സാഹചര്യം വ്യക്തമാക്കുന്നത്. ഉപജില്ലാ കലോത്സവത്തിൽ ചേർപ്പ് CNN ഗേൾസ് ഹൈസ്കൂൾ വിജയാഹ്ലാദ നിറവിൽ. തലോർ ദീപ്തി സ്കൂളിൽ നടന്ന ചേർപ്പ് ഉപജില്ലാ കലോത്സവത്തിലാണ് സ്കൂൾ മികച്ച നേട്ടം സ്വന്തമാക്കിയത്. UP ജനറൽ വിഭാഗത്തിൽ ഓവറോൾ 1ാം സ്ഥാനമാണ് CNN ഗേൾസ് ഹൈസ്കൂൾ നേടിയത്. 16 ഇനം മത്സരങ്ങളിൽ നിന്ന് 80 പോയിന്റ് നേടിയാണ് വിജയം. ഹൈസ്കൂൾ വിഭാഗത്തിൽ 47 ഇനം മത്സരങ്ങളിൽ നിന്ന് 221 പോയിന്റുമായി 3ാം സ്ഥാനവും നേടി. 100ഓളം വിദ്യാർത്ഥിനികളാണ് ജില്ലാ കലോത്സവത്തിൽ പങ്കെടുക്കാൻ അർഹത നേടിയത്. ഉപജില്ലാ വിജയികൾക്കുള്ള സമ്മാനദാനം സ്കൂളിൽ നടന്നു. CNN ഗേൾസ് സ്കൂൾ മാനേജർ KG അച്യുതൻ, പ്രധാനാധ്യാപകൻ EP ഉണ്ണികൃഷ്ണൻ, PTA പ്രസിഡന്റ് ശൈലേഷ് കുമാർ, കലാധ്യാപകൻ AR പ്രസാദ് എന്നിവർ സംസാരിച്ചു. അപാരമായിരിക്കുന്നു. ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ ഏകദേശം 75 A ഗ്രേഡ് നമ്മുടെ സ്കൂളിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നു പറഞ്ഞപ്പോൾ സംശയമില്ല, വരും കൊല്ലങ്ങളിലും UP വിഭാഗത്തിൽ ഓവറോൾ ഫസ്റ്റാണ്. അവരിങ്ങോട്ട് വരികയാണ്. അപ്പം ഇനിയുള്ള കാലഘട്ടങ്ങളിൽ CNN ഗേൾസ് സ്കൂള് നമ്മുടെ സബ് ജില്ലയിൽ പകരം വയ്ക്കാൻ വേറെ സ്കൂളില്ലാത്ത CNN മാത്രമായിട്ട് അവശേഷിക്കുന്ന നിലനിൽക്കുന്ന ഒരു കാലങ്ങളാണ് വരാൻ പോകുന്നത്. ഇതില് ഞാൻ ആദ്യം പറയാറുണ്ട്, സ്കൂളിൻ്റെ മഹിമ അളക്കുന്നത് 10ാം ക്ലാസ്സിലെ റിസൾട്ട് മാത്രം നോക്കിയിട്ടല്ല, അതിനപ്പുറം കലാരംഗത്ത്, കായിക രംഗത്ത്, സാഹിത്യ സേവന രംഗങ്ങളിലൊക്കെ നല്ല മനസ്സുള്ള അത്തരം കുട്ടികളെ നമ്മുടെ സ്കൂളിൽ നിന്ന് നമുക്ക് പുറത്തുവിടാൻ സാധിക്കുന്നതാണ് സ്കൂളിന്റെ മഹത്വം വർദ്ധിക്കും. പാലക്കലിൽ സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് സ്കൂട്ടറിൽ തട്ടി. സ്കൂട്ടറിൽ സഞ്ചരിച്ച പിതാവും 10 വയസ്സുകാരനായ മകനും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ചേർപ്പ് സ്വദേശി TR ബൈജുവും 10 വയസ്സുകാരനായ മകനും സഞ്ചരിച്ച സ്കൂട്ടറാണ് വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. പാലക്കൽ ഇറക്കത്തിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:15 സംഭവം. കണിമംഗലത്ത് ട്യൂഷൻ കഴിഞ്ഞ മകനെയും കൂട്ടി ചേർപ്പിലെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു TR ബൈജു. പാലക്കൽ ഇറക്കത്ത് വെച്ച് സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് ബൈജു സഞ്ചരിച്ച സ്കൂട്ടറിൽ തട്ടിയെങ്കിലും നിർത്താതെ പോവുകയായിരുന്നു. ബസ് തട്ടിയതോടെ നിയന്ത്രണം വിട്ടെങ്കിലും മനസാന്നിധ്യം കൊണ്ട് അദ്ദേഹത്തിന് സ്കൂട്ടർ സമീപത്തെ വീടിന് മുന്നിലേക്ക് നിയന്ത്രിച്ചു നിർത്താനായി. മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെയാണ് ബസ് സ്കൂട്ടറിൽ തട്ടിയത്. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന ശില്പി ബസ്സാണ് സ്കൂട്ടറിൽ തട്ടിയത്. അതേസമയം നിർത്താതെ പോയ ബസ് പിന്തുടർന്നെത്തിയ ബൈക്ക് യാത്രികർ പെരുമ്പിളിശ്ശേരിയിൽ തടയുകയായിരുന്നു. ഇതിനിടെ അപകടത്തിൽപ്പെട്ട സ്കൂട്ടറിൽ മകനുമൊത്ത് പിതാവ് സ്ഥലത്തെത്തി. തുടർന്ന് പരാതിയുടെ അടിസ്ഥാനത്തിൽ ചേർപ്പ് പോലീസ് ബസ് കസ്റ്റഡിയിലെടുത്തു. ഇനി ഞങ്ങൾക്കും പറയാനുണ്ട്. ഞങ്ങൾക്കും പറയാനുണ്ട്. ബിഗ് ബോസ് വിന്നർ തെരഞ്ഞെടുത്ത പോലെ ആവരുത്, ഇനി വരുന്ന മെമ്പർമാരെ തെരഞ്ഞെടുക്കും. ഗവൺമെന്റ് ആശുപത്രിയിൽ കുറച്ചും കൂടി നല്ല രീതിയിലുള്ള രോഗികൾക്ക് ചികിത്സ കിട്ടണം. കിട്ടുന്ന കാര്യങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു ഭരണമാണ്. റോഡുകൾ നന്നാക്കാനായിട്ട് അതൊരു പഞ്ചായത്തിൽ ഫണ്ടില്ലെന്ന് പറയണവര്. ഇനി ഇലക്ഷൻ്റെ സമയത്ത് എങ്ങനെ ശരിയാകുമെന്നുള്ളത് അറിയില്ല. ജയിച്ചു വരുന്നവരെല്ലാവരും തുല്യമായിട്ട് കാണാം, പാർട്ടിപരമായിട്ട് വ്യത്യസ്തമായി കാണാണ്ടിരിക്കുക. ഇന്ന് ഞങ്ങൾക്കും പറയാനുണ്ട് ടീം എത്തിയിരിക്കുന്നത് പാർല ഗ്രാമപഞ്ചായത്തിലാണ്. പാർല ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനമാണോ വികസന മുരടിപ്പാണോ പറയേണ്ടത് ഞങ്ങളല്ല, ഞങ്ങൾക്കും പറയാനുണ്ട്. ഞങ്ങൾക്കും പറയാനുണ്ട് ടീം ഇന്ന് പാർല പഞ്ചായത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. കോടന്നൂരാണ് ഞാൻ എത്തിയിരിക്കുന്നത്. കോടന്നൂര് അനുദിനം വികസനത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. നമുക്കറിയാൻ പറ്റും, വലിയ വികസന പ്രവർത്തനങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും പരാതികൾക്കും
പരിഭവങ്ങൾക്കൊന്നും ഒരു കുറവുമില്ല പാർലം പഞ്ചായത്തിൽ. എന്തായാലും ഞങ്ങൾ നീട്ടുന്നില്ല. അവർ പറയുന്നു ഞങ്ങൾക്കും പറയാൻ. പഞ്ചായത്തിലെ ചേട്ടൻ്റെ പേര് രവീന്ദ്രൻ. ഏത് വാർഡിലാണ്? ഞാൻ 9ാം വാർഡ്. 8ലായിരുന്നു, 9ലേക്ക് മാറി. എങ്ങനെയാണ് എങ്ങനെയാണ് കഴിഞ്ഞ 8ാം വാർഡിലെ കഴിഞ്ഞ ഒരു 5 വർഷത്തെ ആ വാർഡ് മെമ്പറുടെ പ്രവർത്തനവും പഞ്ചായത്തിന്റെ പ്രവർത്തനവും ഒക്കെ എങ്ങനെയാണ് ചേട്ടൻ ഒരു കാഴ്ചപ്പാട്? ഞങ്ങളവിടെ സുനി എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് വാർഡ് മെമ്പറിലുള്ളത്. ആളുടെ ഇത് കുഴപ്പമില്ല. ഇപ്പോൾ ആൾ ഒഴിയാൻ പോകുന്നു. വേറൊന്നുമില്ല. എങ്ങനെയാണ് പഞ്ചായത്തിന്റെ റോഡുകളൊക്കെ എങ്ങനെയാണ് അവസ്ഥ? ഞങ്ങളവിടുത്തെ റോഡുകളൊക്കെ മോശമായിട്ടാണ് കിടക്കുന്നത്. ഞങ്ങളുടെ ഒരു ചെറിയ ഊടുവഴികളും അത്യാവശ്യം ടെമ്പറും സാധനങ്ങളൊക്കെ പോകും. അത്യാവശ്യമുള്ളൂ. കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം എത്തിച്ചിട്ടുണ്ടോ? കുടിവെള്ളം ക്ഷാമങ്ങളൊന്നും ഇല്ല അവിടെ. ആ ഭാഗത്തൊന്നുമില്ല. കുടിവെള്ളം എപ്പോഴും 24 മണിക്കൂർ കുടിവെള്ളം കിട്ടുന്നുണ്ട്. ഒരു 5 വർഷം സംതൃപ്തനാണോ ഈ പഞ്ചായത്തിന്റെ ഭരണത്തിൽ? അതെ അതെ, സംതൃപ്തനാണ്. എന്തുകൊണ്ടാണ് സംതൃപ്തനാണെന്ന് പറയാൻ കാരണം? സംതൃപ്തന എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അവർ തരുന്നുണ്ട്. പഞ്ചായത്തിൽ എന്തെങ്കിലും പറഞ്ഞ വെള്ളം കുടിവെള്ളം ഇല്ലാണ്ടാകുമ്പോഴോ അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ കുടിവെള്ളത്തിന് അല്ലെങ്കിൽ തന്നെ മെസ്സേജ് വിടും ഇന്ന സമയത്തില്ല എന്നുള്ളത്. അല്ലാണ്ട് വേറെ ഇതൊന്നുമില്ല. വാർഡ് മെമ്പറിന് കുറ്റം പറയാനൊന്നും പറ്റില്ല. വാർഡ് മെമ്പർക്ക് എന്നല്ല, സുനി എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഞങ്ങളവിടെ ജയിച്ചത്. പാർലത്തെക്കുറിച്ച് ചേട്ടൻ്റെ വികസന കാഴ്ചപ്പാട് എങ്ങനെയാണ്? ഇത് കഴിഞ്ഞൊരു 5 വർഷം എടുത്ത് നോക്കുകയാണെങ്കിലും ഇനിയുള്ള കാലഘട്ടത്തിൽ എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം? ഇവിടെ ഗവൺമെൻറ് ആശുപത്രിയിൽ കുറച്ചും കൂടി നല്ല രീതിയിലുള്ള രോഗികൾക്ക് ചികിത്സ കിട്ടണം. അതാണ് കൂടുതലും മെയിനായിട്ട്. സാധാരണ ഇല്ലാത്തവർക്ക് ഇപ്പോൾ എന്ത് കാര്യം വന്നു കഴിഞ്ഞാലും പുറമെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അവിടെ വലിയൊരു കാശ വരണതേ. അപ്പോൾ നമുക്ക് എന്ത് അസുഖം വന്നു കഴിഞ്ഞാലും ഏറ്റവും വലിയത് നമുക്ക് രോഗം വന്നു കഴിഞ്ഞാൽ അതിനുള്ള പ്രതിവിധി ഉണ്ടായിരിക്കണം. റേഷനരിയും അതുപോലെ മണ്ണെണ്ണ കൊടുക്കണമല്ല. എൻ്റെ അഭിപ്രായത്തിൽ വ്യക്തിപരമായിട്ട് പറയാൻ കഴിഞ്ഞാൽ നമുക്ക് വേണ്ട എന്ത് നാളെ ഇപ്പോൾ എനിക്കൊരു അറ്റാക്കിൻ്റെ അസുഖം വന്നു കഴിഞ്ഞാൽ ആ അറ്റാക്കിൻ്റെ അസുഖത്തിനുള്ള ഒരു ചികിത്സ നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നമുക്ക് ഉറപ്പായി കിട്ടണം. അതാണ് എനിക്ക് അതിൽ പറയാനുള്ളത്. പിന്നെ ഇവിടുത്തെ ഗവൺമെന്റ് ആശുപത്രിയുടെ സേവനം മതിയായ സേവനം ഇല്ലെന്നാണോ അഭിപ്രായം? ഇല്ലെന്നല്ല, നമ്മളെ ഇപ്പോഴത്തെ ജനസാന്ദ്രതയും നമ്മളുടെ ഇപ്പോഴത്തെ പുതിയ രോഗത്തിനനുസരിച്ചിട്ടുള്ള ഇത് കുറവാണ് ഇവിടെ. ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ECG എടുക്കാൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കേട്, അല്ലെങ്കിൽ പുറമെ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകണം. ഈ കോടന്നൂർ നമുക്കറിയാൻ പറ്റും ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്കും വലിയൊരു ഇതാണ്. അതിനൊക്കെ ഒരു മാറ്റം, ഗതാഗതക്കുരുക്കിനും മാറ്റമുണ്ട്. ഇപ്പോൾ ഈ ബസ് സ്റ്റോപ്പ് അങ്ങോട്ട് നീക്കി കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ഭാഗത്തേക്ക് നീക്കി കഴിഞ്ഞപ്പോൾ കാര്യമായിട്ടുള്ള മാറ്റമുണ്ട്. ഇപ്പോൾ ബഹളം കുറവാണ്. പിന്നെ റോഡ് അപകടങ്ങൾ കൂടുതൽ വരണത് ഡ്രൈവർമാരുടെ ആ ഒരു കഴിവ് കുറവുകൊണ്ട് തന്നെ. ഇനി അവരുടെ ഓരോരുത്തർക്കും അവരവർക്ക് പെട്ടെന്ന് പോകണം. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടിൽ എടുക്കണ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ആശയം തന്നെയാണ്. ഒരു ടാക്സി ഡ്രൈവറാണ്, അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, പാർല ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വഴികളിലൂടെയും സഞ്ചരിക്കുന്ന ഒരാളാണ്. ഇവിടുത്തെ റോഡുകളെ കുറിച്ചുള്ള നിലവാരം എങ്ങനെയാണ്? റോഡുകൾ പല വഴികളും മോശപ്പോൾ വളരെ പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗത യോഗ്യമല്ലാത്തൊരു ഇതാണ് കാണുന്നപ്പോൾ. പല സ്ഥലത്തും വണ്ടി കൊണ്ടുപോകുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്രയും ബുദ്ധിമുട്ട്. ഇപ്പോൾ വണ്ടിക്കും ആൾക്കും അതിനും അപകടമാണ്. അത്രയ്ക്കും മോശമായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ ഇപ്പോഴത്തെ ഗതാഗത കുരുക്ക് ഇപ്പോൾ ഇവിടെ. ഇനി വരുന്ന ആളുകളോട്, ജനപ്രതിനിധികളാവാൻ വരുന്ന ആളുകളോട് എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം? അവർ ഇതും ജനങ്ങളുടെ എന്തെല്ലാം പരാതികളും കാര്യങ്ങളും ഉണ്ടോ അത് പരിഹരിച്ച് ജനങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ നടത്തി കൊടുക്കാനാണ് എൻ്റെ അഭിപ്രായം. പാർലം പഞ്ചായത്തിലൂടെയാണ് ഞങ്ങൾക്കും പറയാനുള്ള ടീം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കോടന്നൂരാണ് ഇപ്പോൾ നിൽക്കുന്നത്. കോടന്നൂർ ഞാനിപ്പോൾ എത്തിയിരിക്കുന്ന സമയം അത്ര നല്ല സമയമല്ല. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഈ കടയിലൊക്കെ നല്ല തിരക്കല്ലേ? ഇത് ബജിക്കടയാണോ? ഇത് ബജിക്കട. വൈകുന്നേരം എങ്ങനെയാണ് അവിടുത്തെ തിരക്കൊക്കെ എങ്ങനെയാണ്? നല്ല തിരക്കാണ്, നല്ല തിരക്കാണ്. ഇവിടെ ഈ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് മറ്റേ സ്ഥലം കാണില്ലേ, അത്രയേറെ തിരക്കാണ്. എന്ത് പേരെന്താ? സോമൻ. സോമേട്ട എന്താ ചെയ്യണേ? ഞാൻ ഫർണിച്ചർ. എങ്ങനെയാണ് സോമേട്ട നമ്മുടെ ഈ ഒരു കഴിഞ്ഞ 5 വർഷമൊക്കെ 2ാം വാർഡിലായിരുന്നു അല്ലേ? 2ാം വാർഡ്. അവിടെയൊക്കെ എങ്ങനെയാണ് 2ാം വാർഡിലെ ഒരു വികസന കാര്യത്തെ കുറിച്ച്? ഞാൻ ഔട്ട്ഡോർ പണിയെടുക്കുന്നു. ഇവിടെ ഒരു ആഴ്ചയിൽ ഓടിയാറില്ലേ? ഓട്ടിയാറുണ്ട്. ഓടിൻ്റെ തന്നെ വരും. പഞ്ചായത്തിന്റെ ഭരണത്തെ കുറിച്ച് എങ്ങനെ ചേട്ടൻ കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്? പറയുന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അത്ര വലിയ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഇനി കൂടുതലായിട്ട്. അങ്ങനെ മറ്റുള്ള കാര്യങ്ങളൊന്നും മറ്റുള്ള കുറിച്ച് പിന്നെ അങ്ങനെ നമ്മൾ വോട്ട് ചെയ്യാൻ വരിക വല്ല പാർട്ടിയിൽ എന്താ വേണ്ടത്? ആശുപത്രിയുടെ സേവനം ആശുപത്രിയിലെന്ന് ആശുപത്രി ഇവിടെ ശരിക്കും പറഞ്ഞാൽ ആശുപത്രി ഇല്ല. പ്രൈവറ്റായിട്ട് പറയുന്നു 2-3 ഡോക്ടർമാരോട് ഇട്ടിരിക്കുന്നു മാത്രമേ ഉള്ളൂ. അതാവശ്യമാണ്. പിന്നെ ഇവിടെ എന്താ പറയുക, പിന്നെ വികസിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ കോടന്നൂർ എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു സ്ഥലമല്ലായിരുന്നു. ഇപ്പം ഇങ്ങനെ കടകളും മറ്റൊരു സർവീസും ആളുകൾ ജനത്തിരക്ക് പോയി അങ്ങനെയുള്ള വികസനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനിയും വന്നുകൊണ്ടിരിക്കുക.
ഇപ്പോഴും ഈ കൊണ്ടൊരു ഇപ്പോൾ ഇതേമാതിരി ഈ ഏരിയയിലൊന്നും ഈ ചേറ് പഞ്ചായത്തിലെ വന്നുകൊണ്ടിരിക്കണേ. അപ്പോൾ ഇനി വരാൻ പോകുന്ന മെമ്പർമാരോടൊക്കെ ചേട്ടൻ എന്താ പറയാനുള്ളത്? വരാൻ പോണത് വികസിക്കണം എല്ലാവർക്കും ആഗ്രഹമില്ലല്ലോ. നല്ല ആളുകൾ വരണം, നല്ല ആളുകൾ വരണം, ആളുകൾ നല്ല ബിസിനസ് വരുന്ന പറഞ്ഞാൽ അതിനുള്ള തൊഴിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ കച്ചവടങ്ങൾ പറഞ്ഞ വികസിച്ചുകൊണ്ടിരിക്കുക. ചേട്ടാ പേര്? സഞ്ജീവ്. ചേട്ടാ എന്ത് ചെയ്യണേ? ഞാൻ കാർപ്പൻ്റർ. ഇന്നിപ്പോൾ പണിയൊന്നുമില്ലേ? പണി കുറവാ ഇപ്പോൾ. എങ്ങനെയാണ് ചേട്ടാ നമ്മുടെ ഒരു 1-ാം വാർഡിലായിരുന്നു അല്ലേ? അല്ല, 3 വാർഡ്. എങ്ങനെയാണ് ആ വാർഡിൽ നോക്കുമ്പോൾ എങ്ങനെയാണ് കാഴ്ചപ്പാട്? എങ്ങനെയാണ് ചേട്ടൻ? ആ വാർഡിൽ വലിയ കുഴപ്പമില്ല. നിങ്ങളുടെ അവിടെ കുടിവെള്ള ക്ഷാമൊക്കെ എങ്ങനെയാണ്? പ്രശ്നമില്ല. റോഡുകളൊക്കെ എങ്ങനെയായിരുന്നു? റോഡുകളൊക്കെ ആദ്യം മോശമായിരുന്നു, ഇപ്പോൾ പിന്നെ നല്ല റോഡാണ്. ഭാഗം പോക്ക തന്നെയാണ്. ഇവിടെ ഈ സെൻട്രലിൽ കാണുന്നത് തന്നെയുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നാലൊക്കെ പോക്കാം. പാർലമെന്റ് പഞ്ചായത്തിൽ റോഡുകളുടെ നിലവാരം വളരെ കുറവായിരുന്നു. റോഡുകൾ നന്നാക്കാനായിട്ട് വന്നു. അതൊരു പഞ്ചായത്തിൽ ഫണ്ടില്ലെന്ന് പറയണവർ. പിന്നെ ഇലക്ഷൻ്റെ സമയത്ത് എങ്ങനെ ശരിയാകുമെന്നുള്ളത് അറിയില്ല. എങ്ങനെയാണ് ചേട്ടൻ 3-ാം വാർഡിൽ എങ്ങനെയാണ്? ഞങ്ങളുടെ മെമ്പർ നല്ല വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അത് കാരണം ഞങ്ങൾക്ക് വലിയ കുഴപ്പമില്ല. അതിനെക്കുറിച്ച് ആർക്കും മോശമായിട്ട് അഭിപ്രായമില്ല. മണിയേട്ടനെ കുറിച്ച് എന്ത് കാര്യത്തിനും ഓടിച്ചെല്ലാനും ചെയ്യാനും എന്ത് കാര്യവും പ്രവർത്തിക്കാനും അതെന്നെ പരിഹരിച്ചു കൊടുക്കാനായിട്ടാണ് തയ്യാറുള്ളത്. പാർലമെന്റ് പഞ്ചായത്തിനെ കുറിച്ചുള്ള ഒരു ഭരണം എങ്ങനെയായിരുന്നു കഴിഞ്ഞ 5 വർഷം? കഴിഞ്ഞ 5 വർഷം കുഴപ്പമില്ല. കോവിഡ് കാലഘട്ടത്തിലൊക്കെ എങ്ങനെയായിരുന്നു? കോവിഡ് കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എല്ലാം കൊണ്ടും ഒരു മോശപ്പെട്ട ഇതല്ലോ. ആ സമയത്ത് ഭരണം നിങ്ങൾക്ക് മതിയായ സൗകര്യങ്ങളും സേവനങ്ങളൊക്കെ ചെയ്ത് കിട്ടിയോ? പഞ്ചായത്തിന്റെ ഭാഗത്ത് കിട്ടി? കുഴപ്പമില്ല. കോടന്നൂർ അങ്ങനെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. ഇനി വരാൻ പോകുന്ന ജനപ്രതിനിധികളോട് എന്താ പറയാ? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് ആവശ്യത്തിനൊപ്പം നിൽക്കണ്ടേ? നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നിൽക്കും എല്ലാ പ്രവർത്തനം. അതായത് നമ്മൾ പണിയെടുത്താലേ ജീവിക്കാൻ പറ്റുമെന്നാണോ? അതന്നെ. അല്ലാണ്ട് അങ്ങനെയല്ല. പണിയെടുക്കാൻ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. രാഷ്ട്രീയ ഒരു വാത് കിടക്കും. അതോടെ കിടക്കുന്നു. രാഷ്ട്രീയത്തിനോട് നമുക്ക് പ്രതിപത്തി ഇല്ലാണ്ടല്ല. രാഷ്ട്രീയത്തിനൊക്കെ ഇറങ്ങാറുണ്ടോ? പോസ്റ്റോട്ടിക്കാനൊക്കെ പോരണോ? അതിനൊക്കെ പഴയ കാലത്തായിരുന്നു. സമയമില്ല, വയസ്സ് കുറച്ചായി. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. പാർലം ഗ്രാമപഞ്ചായത്തിലെ വോട്ടർമാർക്ക് കൃത്യമായ ഒരു ദീർഘവീക്ഷണമുണ്ട്. അവർക്ക് ആർക്ക് വോട്ട് ചെയ്യണം, വോട്ട് ചെയ്ത ആൾ എന്ത് ചെയ്തു, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ വാർഡിന് ചെയ്തതെന്നെല്ലാം കൃത്യമായൊരു ദീർഘവീക്ഷണത്തോടു കൂടിയാണ് അവർ കടന്നു പോകുന്നത്. എന്തായാലും പുതിയ ജനപ്രതിനിധികളാവാൻ വരുന്നവർക്കോട് ഞങ്ങൾക്കും പറയാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ: ജനങ്ങൾക്കൊപ്പം നിൽക്കുക. അല്ലെ, ജനങ്ങൾക്ക് ഒപ്പം നിൽക്കണം. അവരുടെ അതെ, അതിന് രാഷ്ട്രീയം നോക്കിയിട്ടല്ല ഇവിടെ ഇങ്ങനെ പഞ്ചായത്തിലൊക്കെ ചെയ്യുന്നത്. പഞ്ചായത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്നൊരു കക്ഷിയാണോ നമുക്ക് വരാൻ പോകുന്നുണ്ടെങ്കിൽ അവനെ വോട്ട് ചെയ്യുക. അത് പാർട്ടി നോക്കിയിട്ടല്ല ചിലപ്പോൾ. പാർട്ടി വേറെ, ഇത് വേറെ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സാധാരണ ജനങ്ങളുടെ ഒരു കാഴ്ചപ്പാട്, അവർ വ്യക്തികളെ നോക്കിയാണ് വോട്ട് ചെയ്യുന്നത്, പാർട്ടിയെ നോക്കിയല്ല. ആ ജനപ്രതിനിധി എന്തെങ്കിലും കാര്യം, ചുരുക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് ഒരു പ്രാവശ്യമെങ്കിലും നമ്മളെ മുഖത്ത് നോക്കി ചിരിച്ചിട്ടുള്ളവരാണോ എന്ന് പോലും പരിശോധിക്കും. അതാണ് അതിൻ്റെ ഘടകമെന്ന് പറയുന്നത്. എന്തായാലും നാളെ കാണാം. മറ്റൊരു പഞ്ചായത്തിൽ ഞങ്ങൾക്കും പറയാനുണ്ട്. ജനവിധി തേടാനുള്ള പോരിന് മൂർച്ച കൂട്ടി അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ UDF മുന്നണി. പഞ്ചായത്തിലെ 16 വാർഡുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. 14 വാർഡുകൾ ഉണ്ടായിരുന്ന അവണിശ്ശേരി പഞ്ചായത്തിൽ ഇത്തവണ വിഭജനത്തിന് ശേഷം വാർഡുകളുടെ എണ്ണം 16 ഉയർന്നു. 16 വാർഡുകളിലേക്കുള്ള UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 1-ാം വാർഡിൽ PK ഷിജു ചിയോമിയാണ് UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി. 2-ാം വാർഡിൽ ലൈജു സെബാസ്റ്റ്യൻ, 3-ൽ CN ജയലക്ഷ്മി, 4-ൽ ജോയ് പയ്യപ്പിള്ളി, 5-ൽ ജീസൻ റപ്പായി, 6-ൽ റോസിലി ജോയ്, 7-ൽ സിബിന ഗിൽബർട്ട്, 8-ൽ സിജോ വി ജോസ്, 9-ൽ ലിൻസി പ്രദീപ്, 10-ൽ NR ചന്ദ്രൻ, 11-ൽ റൂബി ജോൺസൺ, 12-ൽ അഞ്ജു പ്രവീൺ, 13-ൽ കൃഷ്ണപ്രിയ ശ്രീജിത്ത്, 14-ൽ KS അനൂപ്, 15-ൽ VI ജോൺസൺ, 16-ൽ വിനയ സച്ചിൻ എന്നീ സ്ഥാനാർത്ഥികളെയാണ് UDF പ്രഖ്യാപിച്ചത്. പാലിശ്ശേരി ALP സ്കൂളിൽ ശിശുദിനാഘോഷം വിപുലമായി സംഘടിപ്പിച്ചു. വിവിധ കലാപരിപാടികളോടെയാണ് ശിശുദിനം ആഘോഷിച്ചത്. കുട്ടികളെല്ലാവരും ചാച്ചാജിയുടെ വേഷമണിഞ്ഞാണ് സ്കൂളിലെത്തിയത്. തുടർന്ന് കുട്ടികൾ അണിനിരന്ന ശിശുദിന റാലി നടന്നു. പ്രധാനാധ്യാപിക ക്ലൻസി ശിശുദിന സന്ദേശം നൽകി. KG വിഭാഗം വിദ്യാർത്ഥികൾക്കായി പുഞ്ചിരി മത്സരം നടത്തി. വിദ്യാർത്ഥികൾക്കായി നടത്തിയ ക്വിസ് മത്സരം വാശിയേറിയതായിരുന്നു.
ശിശുദിനത്തോടനുബന്ധിച്ചുള്ള കുട്ടിക്കവിതകൾ കുട്ടികൾ അവതരിപ്പിച്ചു. ശിശുദിനത്തെക്കുറിച്ചുള്ള വിവരണം അമയ ഫിലോസജി, നേഹ ഡിക്സൺ എന്നിവർ അവതരിപ്പിച്ചു. ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് അധ്യാപിക വിൻസി ക്ലാസ് എടുത്തു. ശിശുദിനത്തോടനുബന്ധിച്ചുള്ള മികച്ച പരിപാടികൾക്കുള്ള സമ്മാനങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു. പരിപാടികൾക്ക് അധ്യാപകരായ വിൻസി, ജിസ്ന, നൈസി, ഷിൻഡ എന്നിവർ നേതൃത്വം നൽകി. റാപ്പ് സോങ് അവതരണത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസറായി LKG വിദ്യാർത്ഥിയുടെ പ്രകടനം. ശ്രീഗോകുലം പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥി മാസ്റ്റർ KA ഇഹാൻ മുഹമ്മദാണ് താരമായത്. ശിശുദിനത്തിന്റെ ഭാഗമായി സ്കൂളിൽ ഫാമിലി സിംഫണി എന്ന പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ഇതിലാണ് റാപ്പ് സോങ് അവതരിപ്പിച്ച് ഇഹാൻ താരമായത്. 1000-ഓളം പേരാണ് സിംഫണി പരിപാടി ആസ്വദിക്കാൻ എത്തിയത്. 10 മിനിറ്റ് നീണ്ടുനിന്ന റാപ്പ് സോങ് അവതരിപ്പിച്ച് ഇഹാൻ ആസ്വാദകരുടെ മനം കവർന്നു. റാപ്പ് ഗായകന്റെ ശരീരഭാഷയ്ക്ക് സമാനമായ ഇഹാന്റെ പ്രകടനം കാണികൾക്ക് ഹരം പകർന്നു. കുട്ടികൾക്കൊപ്പം രക്ഷിതാക്കളും അധ്യാപകരുമടക്കം സദസ്സ് ഒന്നാകെയാണ് കുട്ടിത്താരത്തെ ഏറ്റെടുത്തത്. ചടങ്ങിലെത്തിയ മാതാപിതാക്കളും മുതിർന്ന മറ്റു കുടുംബാംഗങ്ങളുമെല്ലാം കൊച്ചുമക്കൾക്കൊപ്പം ആടിപ്പാടിയാണ് ഇഹാനെ പ്രോത്സാഹിപ്പിച്ചത്. പ്രിൻസിപ്പാൾ, കറസ്പോണ്ടന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ടീച്ചേഴ്സ് എന്നിവർ സിംഫണിക്ക് നേതൃത്വം നൽകി. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ ശിശുദിനം ആഘോഷിച്ചു. വിവിധ കലാപരിപാടികളോടെയാണ് ആഘോഷമൊരുക്കിയത്. ചാച്ചാജിയുടെ വേഷമണിഞ്ഞ കുട്ടികൾ, ആലപിക്കപ്പെട്ട ശിശുഗീതങ്ങൾ എന്നിവ ചടങ്ങിനെ മനോഹരമാക്കി. വിവിധ നൃത്തങ്ങൾ ചടങ്ങിൽ അരങ്ങേറി. സ്കൂൾ മാനേജർ C രാഗേഷ്, പ്രിൻസിപ്പൽ KR വിജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു. വരന്തരപ്പിള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ കിഡ്സ് ഫെസ്റ്റ് ആഘോഷിച്ചു. കഴിഞ്ഞ അധ്യയന വർഷം മോണ്ടിസോറി പഠിച്ചിറങ്ങിയ അധ്യാപക വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് കോൺവക്കേഷനും ഇതോടനുബന്ധിച്ച് നടന്നു. മഹാരാജാസ് കോളേജിലെ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ലതാരാജ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. KG വിഭാഗം മുഴുവൻ കുട്ടികളും ചടങ്ങിൽ പങ്കെടുത്തു. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ K രമാദേവി അധ്യക്ഷയായി. സ്കൂൾ മാനേജർ സഞ്ജയ് K നായർ, സമിതി അംഗം ഡോക്ടർ ചന്ദ്രശേഖരൻ, വാർഡ് മെമ്പർ ഷൈജു പട്ടിക്കാട്ടുകാരൻ, വിദ്യാർത്ഥികളായ EB പുണ്യ, KV അഗ്നിവേശ് എന്നിവർ സംസാരിച്ചു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗികാതിക്രമം നടത്തിയ കേസിലെ പ്രതിക്ക് 36 കൊല്ലം തടവും 2,55,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പഴവിൽ കുറുമ്പിലാവ് സ്വദേശി തോട്ട്യാൻ വീട്ടിൽ 40 വയസ്സുള്ള ജോമിയാണ് ശിക്ഷിച്ചത്. ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ജഡ്ജി ജയപ്രഭുവാണ് ശിക്ഷ വിധിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർമാരായ K സൂരജ്, ലിജി മധു എന്നിവർ കോടതിയിൽ ഹാജരായി. കേസിന്റെ വിചാരണ വേളയിൽ 11 സാക്ഷികളെ വിസ്തരിക്കുകയും 19 രേഖകൾ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ SHO PK ദാസ്, ഗ്രേഡ് ASI അരുൺകുമാർ എന്നിവരായിരുന്നു അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. SHO PK ദാസാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 11,465 രൂപ, പവന് 91,720 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചേർപ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം തുടങ്ങി. തായംകുളങ്ങരയിലാണ് ഓഫീസ് തുറന്നത്. പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതി സമ്മാനിച്ച് വെങ്ങണിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റി. 100ഓളം കുടുംബങ്ങൾക്കായി റോഡ് നിർമ്മിച്ചു നൽകിയാണ് സൊസൈറ്റി മാതൃകയായത്.
UDF പാമണിശ്ശേരി മണ്ഡലം കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ആനക്കല്ല് സെൻട്രൽ തുറന്നു. KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.